ദേശീയപാതയിലെ വിള്ളൽ ഇപ്പോൾ ഈ ദേശീയപാത വികസനം നടന്നു വരുന്നതിനിടയിലാണ് മലപ്പുറത്തും അതുപോലെ കാസർഗോഡും ചില ഭാഗങ്ങളിൽ ഈ വിള്ളൽ ഒക്കെ കണ്ടത്. അത് അന്വേഷിക്കാൻ ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിലും നിയന്ത്രണത്തിലുമാണ് ഈ പാത നിർമ്മാണം, ദേശീയപാത വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്നു വരുന്നത്. അപ്പോൾ അതിലുണ്ടായിട്ടുള്ള ആ വിള്ളൽ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ള പ്രധാനപ്പെട്ട വിവരമുണ്ട്. IIT പ്രൊഫസർ KR റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും അന്വേഷിക്കുക എന്നതുകൂടിയുണ്ട്. അബ്ദുൾ റഷീദാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്ന് ചേരുന്നത്. അബ്ദുൾ റഷീദ്, ദേശീയപാത അതോറിറ്റിയും അവർക്ക് കീഴിൽ ഈ ഓരോ റീച്ചിലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത കോൺട്രാക്റ്റിംഗ് കമ്പനികളും അതിലെ NHAIയുടെ നിരീക്ഷണവും ഇടപെടലും ഒക്കെ എത്രമാത്രമുണ്ട് എന്ന വിമർശനമാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു രാഷ്ട്രീയ വിവാദമാക്കാനാണ് കേരളത്തിൽ പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് സംഭവങ്ങളിലും എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ, കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് ഇടപെടുന്നത്? IIT പ്രൊഫസർ KR റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണോ അന്വേഷിക്കുക? ശരത്ത്, തീർച്ചയായും മലപ്പുറം, കണ്ണൂർ, തൃശ്ശൂർ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ദേശീയ പാതകളിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുകളുമായി ബന്ധപ്പെട്ട രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. പ്രധാനമായും നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ വലിയ വിമർശനം ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരി നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു അന്വേഷണ സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്. 3 അംഗ അന്വേഷണ സമിതിയായിരിക്കും ഇത് അന്വേഷിക്കുക എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്നാലും IIT പ്രൊഫസർ KR റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ തന്നെയും പ്രധാനമായും അന്വേഷിക്കുക. മറ്റു 2 പേർ ആരാണ് എന്നതിൽ ഇതുവരെ കേന്ദ്രം വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഈ സംഘം നേരിട്ട് വിവിധ ഇടങ്ങളിൽ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഘട്ടത്തിൽ എന്താണ് ഇതിന് കാരണം, അതായത് ദേശീയപാതയിൽ വിള്ളലുണ്ടാകാനുള്ള കാരണം എന്താണ് എന്നതായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷിക്കുക. അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങൾ, ശരത്ത് നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ ചില മേഖലകളിലൊക്കെ തന്നെയും വ്യത്യസ്ത കമ്പനികൾക്കാണ് മേൽനോട്ടം വഹിച്ചിരുന്നത്. ആ കമ്പനികൾ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള പഠനം നടത്തുകയും പിന്നീട് കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. എന്തായാലും എത്രയും പെട്ടെന്ന്, അതായത് അടിയന്തര ഘട്ടത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അന്വേഷണം ആരംഭിച്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി KR റാവു അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അബ്ദുൾ റഷീദ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കാര്യത്തിൽ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. കാരണം ഈ വിഷയത്തിൽ അടിയന്തരമായി NHAIയും കേന്ദ്ര സർക്കാരുമായും ബന്ധപ്പെട്ട വകുപ്പുമായി വേണ്ട കൂടിയാലോചനകൾ നടത്തും. കേരളത്തിൻ്റെ ഭൂരീതികൾ കൂടി മനസ്സിലാക്കിയും പരിഗണിച്ചും തന്നെയാവണം നിർമ്മാണം പൂർത്തിയാക്കേണ്ടത്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും സംസ്ഥാനം തയ്യാറല്ല. ആ നിലയിലുള്ള ഇടപെടൽ സംസ്ഥാനം നടത്തും എന്നുള്ളതാണ്. പക്ഷേ ആ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആകെ ചുമതലയും ഉത്തരവാദിത്വവും എന്നത് ദേശീയപാത അതോറിറ്റിക്കാണ്. അബ്ദുൾ റഷീദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ഈ ഭൂമി നല്ല വില കൊടുത്ത് ആളുകളിൽ നിന്ന് ഏറ്റെടുത്ത് കൊടുക്കുക എന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് സംസ്ഥാന സർക്കാർ നിറവേറ്റിയത്. അതിനുശേഷമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ NHAIയുടെ ഉത്തരവാദിത്വമാണ്. അതിൽ വന്നിട്ടുള്ള ഈ വീഴ്ച എന്നുള്ളത് സംസ്ഥാന സർക്കാർ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്.